ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തോടെ ചട്ടങ്ങൾ രൂപപ്പെടുത്തി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മലയാള മനോരമയും കർഷകശ്രീയും ചേർന്ന് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ആരംഭിച്ച കർഷക സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കട്ടപ്പന ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഷോപ്പ് സൈറ്റുകൾക്ക് കൊടുക്കേണ്ട പട്ടയങ്ങൾക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ നിർമ്മാണങ്ങളും ക്രമവൽക്കരിച്ച പട്ടയങ്ങൾ നൽകും. ഇടുക്കി പാക്കേജിൽ ഭേദഗതി വരുത്തി വേനലിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകും. രാഷ്ട്രീയ കക്ഷി വേർതിരിവില്ലാതെ കാർഷിക പ്രശ്നങ്ങൾ ഒരേ മനസ്സോടെ നേരിടണം. കർഷകർക്ക് വേണ്ടി കർഷകർ സംസാരിക്കുന്ന സഭയായി കർഷക സഭ മാറട്ടെ എന്നും മന്ത്രി പറഞ്ഞു. നിയമനിർമ്മാണം നടത്തി ഈ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസത്തിന് മുമ്പ് ചട്ടങ്ങൾ രൂപീകരിച്ച് ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. അതിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി നല്ല ഡിബേറ്റാകാം, നല്ല ചർച്ചകളാകാം, നല്ല സംവാദമാകാം. പക്ഷേ ഇടുക്കിയിൽ എല്ലാ കർഷക സുഹൃത്തുക്കളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടിയും കർഷകരോടാണ് പ്രതിബദ്ധത പുലർത്തുന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം അധ്യക്ഷനായിരുന്നു. കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് വീഡിയോയിലൂടെ ആശംസ അറിയിച്ചു. മലയാള മനോരമ കോട്ടയം ചീഫ് ന്യൂസ് എഡിറ്റർ വിനോദ് നായർ, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കെ ജെ ജോസഫ് ആൻഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഷാജി കെ കണ്ണിക്കാട്ട്, കർഷകശ്രീ എഡിറ്റർ ഇൻചാർജ് ടി കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.